നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ വളരെയധികം ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് പലതിലും ഒരു തുടക്കം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ചില സഹായങ്ങൾ ലഭിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതൊരു പക്ഷേ സാമ്പത്തിക സഹായമായിരിക്കാം, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹായമായിരിക്കാം, അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നുള്ള മാനസികമായിട്ടുള്ള ഒരു പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ ചില സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മുമ്പ് നിങ്ങളെന്ന വ്യക്തി മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പലതും വിട്ടുകൊടുക്കാനും പലതും സഹിക്കാനുമൊക്കെ തയ്യാറായിട്ടുള്ള ആളുകളായിരുന്നു. എന്നാൽ നിങ്ങൾ ചെയ്ത അത്തരം സഹായങ്ങൾക്കും ത്യാഗങ്ങൾക്കും മറ്റുള്ളവരിൽ നിന്നും ഒരു പിന്തുണയോ അല്ലെങ്കിൽ ഒരു കരുതലോ അല്ലെങ്കിൽ ഒരു സഹായമോ ഒന്നും നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വളരെ വലിയ വിഷമം തന്നെയാണ് ഉണ്ടാക്കിയത്. നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഒരു സഹായം വേണ്ടി വന്നിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു സഹായവുമായിട്ട് ആരും തന്നെ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വന്ന് ചേരുന്ന സമയമാണെന്നാണ്. അതായത് മുമ്പ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തതൊന്നും വെറുതെ ആയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഫലം ഇപ്പോൾ നിങ്ങൾക്ക് തിരികെ കിട്ടാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. അത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായമായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. കൂടാതെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും മാനസികമായിട്ടൊരു പിന്തുണ കിട്ടുന്നതുമാവാം. അപ്പോൾ അത്തരത്തിൽ മുമ്പ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സമയം നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഒരു ബോധം നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന ഒരു തോന്നൽ വളരെ ശക്തമായിട്ട് നിങ്ങളിൽ നിലനിന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഒരു കാര്യങ്ങളും ആരോടും തുറന്ന് പറയാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളെ കേൾക്കാനോ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു പിന്തുണ തരാനോ ഒന്നും ആരും ശ്രമിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പലരും നിങ്ങളിലേക്ക് വരുമെന്നും അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം കൂടുതൽ ശക്തമാകുന്നതുമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. അവരിലൂടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അവരിലൂടെ നിങ്ങളുടെ മനസ്സ് സുഖപ്പെടും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുത്ത് ആ ഒരു കാര്യം ശരിയായ രീതിയിൽ കുറച്ച് സമയമെടുത്തായാലും പൂർത്തിയാക്കണം എന്ന ഒരു ഉദ്ദേശത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും നിങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കുറച്ച് സമയമെടുത്താലും നിങ്ങൾ പോകുന്ന വഴി ശരിയായിട്ടുള്ളതായിരിക്കണം, ഉറപ്പുള്ളതായിരിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങളിലുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും ഫലം കാണും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികമായിട്ട് ചെറിയൊരു പുരോഗതി വന്ന് ചേരുന്നുണ്ട്. ചെറുതാണെങ്കിലും അത് നിങ്ങൾക്ക് ഉറപ്പുള്ളതാണെന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. കൂടാതെ നിങ്ങളുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തികളുടെ പിന്തുണ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്.
ഇവിടെ ഏതൊരു കാര്യത്തിലും നിങ്ങൾ ക്ഷമ കൈവിടാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുമെന്നും കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ എന്ത് കാര്യത്തിലും ഒരു എടുത്തുചാട്ടം ഉള്ള, ഏത് കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എടുത്തു ചാടി പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു രീതി നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളിലെ അത്തരം രീതി ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകില്ല എന്ന് ഓർക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഏത് കാര്യത്തെക്കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കി നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം ആ ഒരു കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും പ്രതികരിക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സ്വാതന്ത്ര്യമില്ലാതെ മറ്റു വ്യക്തികളുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം നിങ്ങളിൽ പല ആളുകൾക്കും ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് സ്വാതന്ത്ര്യം കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലായിട്ടുള്ള ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ജോലി, കുടുംബം, സാമ്പത്തികം, അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവയൊക്കെ ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ പലർക്കും ഉണ്ടായിരിക്കാം. ഇത് നിങ്ങളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടാവാം. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവയ്ക്ക് മാത്രം നിങ്ങൾ പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. അതായത് ഒരേ സമയം എല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കാതെ എന്താണ് നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യമായിട്ടുള്ളത് അത് മനസ്സിലാക്കി അത് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങളിലെ ആ ഒരു മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതേപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊരു കാര്യത്തിനും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.